ബ്യൂട്ടിഫുൾ ഹൗസ്. പട്ടിയുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇത് സുമിയുടെ ഫാം ഹൗസാ? അല്ല, ഇതെന്റെ വീടാ. അല്ല, അത് അമ്മ ഇച്ചിരി പ്രശ്നമാ, ഒന്നും തോന്നല്ലേ. ഒട്ടാണോ? വലത് കാല് വെച്ച് കയറ്. അമ്മേ, മോള് നേരത്തെ എത്തിയോ? ഇതാരാ കൂടെയുള്ള കൊച്ച്? മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ? തീരെ വയ്യ മോനെ, അതാ കിടക്കുന്നത്. ഒന്നും തോന്നല്ലേ. മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ? അമ്മ ഇതെന്റെ ഭർത്താവാ. ഓ, ഞങ്ങള് കല്യാണം കഴിച്ചു. നീ എന്താടി പറഞ്ഞത്? നീ കൊച്ചിനെ കെട്ടിന്നോ? നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയ്ക്കല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്ന് പോവെന്ന്? ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ? എന്ന് കരുതി 8 പൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അതിന് അമ്മയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. ആ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അത് എന്റെ വീട്ടിൽ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ സുമേഷിനെ വിളിക്കാം. നിങ്ങൾ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നോ. അതെ സുമിത്രേ, എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിന്റെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും അനുഗ്രഹം തരൂ. ഇല്ല, തള്ള പഴയ കരാട്ടയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കന് 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. സുമിനി ഓക്കെ അല്ലേ? അല്ല, ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ളൊരു ഡൗട്ട്. അല്ല പെങ്ങളെ, നിനക്ക് 23 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? 8 പൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? എന്താ സുനിലേ? ചൂടെടുക്കണ്. ഫാനുണ്ടോ? ഫാനില്ല. എന്താ സുനിലേ? വെള്ളം ദാഹിക്കണ്.
എനിക്ക് വേണ്ട. വേണ്ടേ? നിങ്ങളുടെ ഈ ശുശുവിളി ഒന്ന് നിർത്തിയാലേ മനുഷ്യന് ഇച്ചിരി കിടന്ന് ഉറങ്ങായിരുന്നു. അവന്റെ ഒരു ശുശു. ഈ തളക്ക് ഉറക്കൂല.